ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. എന്തെടുക്കുവാ? ഫുഡ് ഉണ്ടാക്കുവാന്നോ? അല്ല, തുണി അലക്കുവാ. സ്റ്റവ് ഫ്രീ ആയെങ്കിൽ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം നടക്കത്തില്ല. തൊഴാൻ വന്നെങ്കിൽ അമ്പലത്തിൽ തൊഴുതിട്ട് പൊക്കോണം. അല്ലാതെ ഈ അടുക്കളയിൽ കിടന്ന് നിരങ്ങണ്ട. എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കുന്നേ? എന്താ നിധി പ്രശ്നം? ഇവര് തന്നെ ചീത്ത എങ്ങനെ പറഞ്ഞു? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ സ്റ്റവ് ഒന്ന് ചോദിച്ചു. ഇയാളിവിടെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ. നമുക്കെന്തെങ്കിലും വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം. ഇവിടെ തൊഴാൻ വരുന്നവരെ ശുദ്ധാശുദ്ധം പാലിച്ച് ഇവിടെ പാചകം ചെയ്ത് കഴിക്കണം. അത് അതിന്റെ ചിട്ട. ഈ ചിട്ടകളും ശീലങ്ങളുമേ കാലം മാറുമ്പോൾ മാറാനുള്ളതാ അമ്മായി. ഈ അമ്പലത്തിൽ വരുന്നവർക്ക് ശുദ്ധാനുഷ്ഠം പാലിച്ചു വെക്കുന്ന അടുത്തൊരു ഹോട്ടലുണ്ട്. ഞാൻ അന്വേഷിച്ചായിരുന്നു. നിധിയെ, നമുക്ക് അവിടുന്ന് കഴിക്കാം. താൻ വാടോ. ത്രോട്ട് വല്ലാത്ത പെയിൻ ആയിരുന്നു. ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വന്നേയായിരുന്നു. സ്റ്റവ് തരത്തില്ല എന്ന് പറയുന്നു. എന്താ സംശയം? ഇവിടെ ഇരിക്കുന്ന ഒറ്റ പാത്രത്തിൽ നിന്നെ ഞാൻ തൊഴാൻ സമ്മതിക്കത്തില്ല. അതെന്താ? ഞങ്ങളുടെ ധനശേഖര അമ്മാവൻ ധനം കൂട്ടി കൂട്ടി വെച്ച് മേടിച്ച പാത്രങ്ങളാണോ? തോന്നിവാസം പറയല്ലേ. നിങ്ങക്ക് തോന്നിവാസം പറയാ അല്ലയോ? വന്ന് കയറിയപ്പോൾ മുതൽ നിധിയുടെ മേളിൽ തട്ടിക്കയറാൻ നിൽക്കുക. നിധിയുടെ മേളിൽ തട്ടിക്കയറാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? സുധീഷെ, വഴക്ക് വേണ്ട. നിങ്ങൾ നിധിക്ക് സ്റ്റവ് എടുക്കത്തില്ലെന്ന് പറഞ്ഞോ? ഈ വീട്ടിൽ അടുക്കളയും 2 റൂമും ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുക. അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അടുക്കള കോമൺ ആയിട്ടുള്ളതാ. സുധീഷെ, വഴക്ക് വേണ്ട. ഇതിലെന്ത് വഴക്കാ നിധി? ന്യായം നമ്മുടെ ഭാഗത്താ നിധി. ഒരടുപ്പിൽ സുധീഷ് എടുത്ത് വെള്ളം വെക്കുന്നു. എടാ, അത് മാറ്റല്ലേ. അത് പാതി വെന്ത ഭക്ഷണമാടാ. അയ്യോ അമ്മായി, പാതി വെന്ത പച്ചക്കറികളാ കഴിക്കേണ്ടത്. ഈ തടിയൊന്ന് കുറയട്ടെ. എടാ എരണം കെട്ടവനെ, മര്യാദക്കെടുത്ത് തിരിച്ചു വെക്കുക. 5 മിനിറ്റ് ഒന്ന് ക്ഷമിക്കമ്മായി. വെള്ളം ഇപ്പം ചൂടാവും. എടാ, നീ പോക്കൃത്തരമാ കാണിക്കുന്നേ. അമ്പലത്തിലേക്ക് വന്നോണ്ടാ ഞാനൊന്നും സംസാരിക്കാതിരിക്കുന്നത്. അമ്മായി കാണിക്കുന്നപ്പോ പോക്കൃത്തരമല്ലയോ? ദേ, ഇത്രയും നേരം ഉറഞ്ഞു തുള്ളിയത് അമ്പലത്തിലേക്ക് വന്നത് ഓർമ്മയില്ലാഞ്ഞേട്ടാ? സുധീഷെ, വഴക്ക് വേണ്ട. എന്റെ പൊന്നു നിധി, ഞാൻ എവിടെ വഴക്കുണ്ടാക്കുന്നു? ഇവരല്ലേ വഴക്കുണ്ടാക്കാൻ വന്നത്? ഞാൻ ഉണ്ടാക്കുന്ന അടുപ്പൊഴി അപ്പോഴത്തേന് അടുപ്പ് തരാമെന്ന് പറഞ്ഞാ പോരെയോ? അപ്പോഴത്തേന് അടുക്കള എന്റെയാ, പാത്രം എന്റെയാ എന്ന അധികാരം കാണിക്കേണ്ട കാര്യം എന്തായിരുന്നു? നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞെന്ന് എൻ്റെ ചേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാ വിളിക്ക്, ഇപ്പം തന്നെ വിളിക്ക്. ആ ചൂട് മതി വെള്ളത്തിന്. വെള്ളം വാങ്ങിക്കോ. എന്നാ നിധി പൊക്കോ, ഞാൻ കൊണ്ടുവന്നോളാം. പേടിക്കേണ്ട നിധി, ഞാൻ കൊണ്ടുവന്നോളാം. എടാ, അതായത് തിരിച്ചെടുത്ത് വെക്കോടാ. എന്താ കളയണോ? വേണ്ട വേണ്ട, പോടാ. എൻ്റെ കർമ്മം നശൂലങ്ങൾ. അഭിനാഷിനെ ഞാൻ എപ്പോഴും വഴക്ക് പറയായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞു. മോളെ, നീ എവിടെയായിരുന്നു? ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കാൻ ഞാൻ അടുക്കളയിലേക്ക് പോയതാ. സുനന്ദയുടെ അമ്മ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞു. നിന്നെയോ? അതെ, അത് കേട്ടോണ്ടാ ഞാൻ അടുക്കളയിലേക്ക് ചെന്നത്. മോളെ, എന്തിനാ അവർ ചീത്ത പറഞ്ഞേ? അടുക്കളയിൽ നമുക്ക് കയറാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ടെന്താ? അടുപ്പ് ഇരിക്കുന്ന ഞാൻ മാറ്റിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചു. മോളെ, എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. നിധി, ഇന്ന വെള്ളം. നിധി, ചൂട് കറക്റ്റ് അല്ലയോ? ചൂടാണെങ്കിലും ഊതി കുടിച്ചാൽ പോരേടാ. നികേഷേ, നീ ഈ ലോകത്തല്ലയോ? അവൻ അവൻ്റെ മാത്രമുള്ള ലോകത്തില. വിളിച്ചാലൊന്നും കേൾക്കത്തില്ല. എടാ നികേഷേ, എന്താ ഏട്ടാ? ഇനിയെങ്കിലും ആ ഫോൺ എടുത്ത് മാറ്റി വെക്ക്. 24 മണിക്കൂർ അതിനകത്ത് തന്നെ. ഞാൻ മാത്രമല്ലല്ലോ, ഹരീഷേട്ടനും ഉണ്ടല്ലോ. ഞാൻ പിന്നെ ഗെയിം കളിക്കുവാന്നെങ്കിലും പറയാം. ഹരീഷേട്ടനോ? ഡാ. അപ്പോഴേക്കും വീടിൻ്റെ ഓണർ വരുന്നു. എല്ലാവരും കൂടെ മുറ്റത്ത് സംസാരിച്ചോണ്ടിരിക്കുവല്ലോ. അങ്ങനെയൊന്നുമില്ല, വെറുതെ സംസാരിച്ചോണ്ടിരുന്നയാ. ചേട്ടാ, ഇത് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നല്ലയോ? അല്ലാതെ പിന്നെ ഇവിടെ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് മാത്രം പ്രത്യേക ഒരു ഇടമുണ്ട്. ഷാമേസ്, അവിടുന്ന്. അപ്പം നിങ്ങൾ നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തോ? വന്നപ്പോൾ ഓർഡർ ചെയ്താ. തന്നോടത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. യാത്ര ചെയ്ത് വന്നതല്ലേ, എല്ലാവർക്കും നല്ല വിശപ്പ് കാണും. ഞങ്ങളൊക്കെ കിടന്നുറങ്ങി വന്നതല്ലേ. ഇയാളല്ലേ ഇവിടെ വരെ ഓടിച്ചേ. ഇയാൾക്കാരിക്ക് ക്ഷീണം കൂടുതൽ. നികേഷ് ഹരീഷിനോട് പറയുന്നു. ദേ നോക്കി, നാട് വിട്ട് പോണതേ ഉള്ളൂ. അപ്പോഴത്തേന് സുധീഷേട്ടനെ എടുത്ത് ഏട്ടത്തിൽ സ്കോർ ചെയ്യുന്നു. അതെ, എണ്ണം കറക്റ്റല്ലയോ? അല്ല, നിങ്ങളുടെ അമ്മായി ഇല്ലയോ? അവരകത്തുണ്ട്. അവരിവിടെ ഉണ്ടാക്കുവാന്നല്ലോ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കും ചേർത്തുണ്ടാക്കിയാൽ പോരെയോ? നന്നായി. ഞങ്ങൾ അത്ര സ്വരച്ചേർച്ചയിലല്ല ഈ സ്വത്ത് തർക്കം. അതാണല്ലേ എല്ലാ വർഷവും അവർ മാത്രം വന്നു പോകുന്നത്. ഇനി എല്ലാ പ്രശ്നങ്ങളും തീർന്നോളും. എല്ലാരും ഇവിടെ ഇരുന്നാന്നോ കഴിക്കുന്നത്? നല്ലതല്ലേ, കാറ്റൊക്കെ കൊണ്ട് കഴിക്കാമല്ലോ. മണിച്ചേട്ടൻ കഴിച്ചോ? ഞാൻ കഴിച്ചാ. നിങ്ങൾ കഴിച്ചോ? ചേട്ടാ, ഭക്ഷണം കലക്കി കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോഴത്തേന് അമ്മായി വരുന്നു. ആരോ ചിലരൊക്കെ ഇവിടെ ഭക്ഷണം കിട്ടത്തില്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്ര ഗംഭീരമായ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ലേ നികേഷേ? അതെ, ചിലരെ പോലെ തനി കഞ്ഞി ആയില്ലല്ലോ. അമ്മായി ദേഷിച്ചു പോകുന്നു. അപ്പോഴത്തേന് അച്ഛൻ്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വരുന്നു. എടാ, ഇതൊക്കെ ആരാ? അറിഞ്ഞൂടാ. അച്ഛൻ അവരോട് തള്ളി മറിച്ചോണ്ടാ വരുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. നിങ്ങൾ അകത്തേക്ക് വാ. ഇല്ല, കുറേ നാളുകൾക്ക് നിന്നെ കണ്ട സന്തോഷമുണ്ട്. വേഗം പോണ, അല്ലെങ്കിൽ ഭാര്യയുടെ ഇന്ന് മേടിച്ചു കിട്ടും. കുഴിയിലേക്ക് കാലെടുക്കാറായ. ഇപ്പോഴും ഭാര്യയെ പേടി. കേട്ടില്ലേടാ ചാക്കോ? നിങ്ങൾ വിട്ടോ. എടാ സുഭാഷേ, ഇത് അച്ഛൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. ഇത് ചാക്കോ, ദാമോദരൻ, അയ്യപ്പൻ. ഇതാണോ മക്കള്? ദാ ഇരിക്കുന്ന മൂത്തവൻ സുഭാഷ്. ഇത് സുധീഷ്. മറ്റവൻ ഹരീഷ്. മറ്റേത് നികേഷ്. ആകെ 4 പേരാണ്. ദാ ഇരിക്കുന്നത് രണ്ടാമത്തവൻ്റെ വൈഫാ. പേര് നിധി.
അങ്ങനെ 4 മക്കളും 1 മരുമോളും, ഹാപ്പി ഫാമിലി. അച്ഛാ വാ വന്ന് കഴിക്ക്. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഇവരെ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നെയാ. ഇതെന്താ കാഴ്ച ബംഗ്ലാവോ? കാലങ്ങൾക്ക് ശേഷം ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടതിന് എനിക്കെന്തിനാ ഭക്ഷണം? ഞങ്ങൾ രണ്ടുപേരും എന്നെ സ്കൂളിൽ പാട്ട് പാടുന്നത് ഇവൻ കൊട്ടും. എടാ ചാക്കോ നീ പാട്. അച്ഛനൊക്കെ പാട്ട് പാടി ഡാൻസ് കളിക്കുന്നു. അമ്മായി ഇറങ്ങി ദേഷ്യപ്പെട്ട് വരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതെന്താ ചന്തയോ? വേറെ ആർക്കും ഇവിടെ താമസിക്കണ്ടായോ? എൻ്റെ മോളും മരുമോനും ഇപ്പം വരും. അവർ ഈ കൂത്താട്ടം കാണണോ? നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മണി പറഞ്ഞു. നമസ്കാരം. ഇവളെ അറിയത്തില്ലയോ? പൂതന. നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്തിരിയും ഉണ്ടായിരുന്നു. മണി എന്താ ഇതൊക്കെ? ഞങ്ങൾ ഇതിനാണോ ഇവിടെ വന്ന് മുറിയെടുത്തത്? ഭാസ്കര ബാടാ, എനിക്കെൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കണ്ടായോ? ഇവൻ പോട്ടെ, പെണ്ണിനെ പേടിയുള്ളവൻ. നമുക്ക് 2 എണ്ണം അടിച്ചിട്ടേ ആ കുന്നിൻ്റെ മണ്ടയിൽ പോയി ഇരിക്കാം. ആഹാ, അത് കൊള്ളാമായിരുന്നു. അത് നല്ല ഐഡിയ ആയിരുന്നു. അപ്പം ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. മോളെ റൂം ഓക്കെ അല്ലയോ? ഓക്കെയാണ്. എന്നാ പോയി കിടന്നോ, രാവിലെ അമ്പലത്തിൽ പോകാനുള്ളയാ. സുധീഷ് നിധിയുടെ പിന്നാലെ പോന്നു. അതെ, എന്താ എന്തിനാ പിന്നാലെ വന്ന് പേടിപ്പിക്കുന്നത്? ഒന്ന് വിളിച്ചതല്ലേ ഉള്ളൂ. ഇങ്ങനെ തൊട്ട് പുറകെ വന്ന് അറിയാതെ വന്നാന്നോ വിളിക്കുന്നത്? സോറി. പറ, എന്താ കാര്യം? ഇത്ര ചെറിയ ശബ്ദം കേട്ട പേടിച്ച ആള് രാത്രി പേടിക്കൂലയോ? അല്ല, പുതിയ നാട്, പുതിയ സ്ഥലം, പുതിയ റൂം, പരിചയമില്ലാത്ത അന്തരീക്ഷം, അതുകൊണ്ട് പറഞ്ഞാ. രാത്രി ഇനി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാൻ വന്ന് കൂടെ കിടക്കാന്ന് പറഞ്ഞാ. അയ്യോ, തെറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചല്ല. റൂമിന്റെ മൂലയെ മാറി അങ്ങ് കിടക്കാന്ന് ഉദ്ദേശിച്ചതാണ്. അല്ല, രാത്രി കറണ്ടെങ്ങാനും പോയാൽ നിധി പേടിക്കണ്ടെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. കറണ്ട് പോയാൽ എൻ്റെ ഫോണിൽ ടോർച്ചുണ്ട്, ഞാൻ അത് ഓൺ ചെയ്തോളാം. അതെ അല്ലേ? അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? അല്ലിവിടെ നെറ്റ്വർക്കൊക്കെ കിട്ടാൻ ഇത്തിരി കഷ്ടമാണ്. എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെങ്കിലോ? അല്ല, ഇയാൾ നെറ്റ്വർക്ക് ഉണ്ടാക്കി തരുമോ? അല്ല, അടുത്ത ആളുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാമല്ലോ. അയ്യോ നിധി, ഞാൻ തെറ്റായിട്ടൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഏട്ടത്തി ചാന്ദിനിക്കാണെങ്കിൽ അപ്പുറത്തെ മുറി കിടക്കാൻ പേടി, ഈ മുറിയിലോട്ട് കിടക്കട്ടെ എന്ന് ചോദിക്കുക. എടാ മഹാഭാവി ദ്രോഹി, അത് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നയാ. ചാന്ദിനി എന്തിനാ വേറെ മുറി കിടക്കുന്നേ? ഇങ്ങോട്ട് പറഞ്ഞു വിടൂ. ആ ശരി, ഏട്ടത്തി അകത്തേക്ക് പൊക്കോ, ഞങ്ങൾ ഇവിടെ കിടന്നോളാം. കള്ള ഇങ്ങോട്ട് വാ, എന്നെ വിടറാ. നിന്നെ ആരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എങ്ങനെങ്കിലും ആ മുറി കിടക്കാനുള്ള സെറ്റപ്പ് നോക്കുമായിരുന്നു. നിങ്ങൾ ആ മുറിയിലല്ലേ? കുറച്ചു നേരം കൂടെ അവിടെ ഇന്നാന്ന് ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചോണ്ട് വന്നത്. നിനക്ക് അസൂയയാണ്. എനിക്കോ? എന്നാ ചെന്ന് ചെരുപ്പ് കൊണ്ട് കരണത്തടി വാങ്ങ്. ഇങ്ങോട്ട് വാടോ. ഡാ ഇവിടെ വന്ന് കിടക്കടാ. ചാന്ദിനി, അകത്ത് നിധിയുണ്ട്, അവിടെ പോയി കിടക്ക്. നിധി വരുന്നു. ഗുഡ് നൈറ്റ് സുഭാഷ് ഏട്ടാ. ചാന്ദിനി പറയുന്നു ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റിന് ഇത്തിരി മാധുര്യം കൂടിയോന്നൊരു സംശയം. എടാ മിണ്ടാതിരി. എടാ അച്ഛൻ വന്നില്ലല്ലോ, എന്നാൽ സുഭാഷേട്ടൻ പോയി അന്വേഷിക്ക്. ലളിതമായി നോക്കുമ്പോഴത്തേന് സുധീഷ് സുഭാഷിൻ്റെ ഒക്കെ കൂടെ കിടക്കുന്നു. അപ്പോഴത്തേന് നിധിയുടെ റൂമിലേക്ക് പോകുന്നു. അല്ല, നീ ഈ മുറിയിലാണോ കിടക്കുന്നേ? അതെ. സുധീഷ് എന്താ അവിടെ കിടക്കുന്നേ? അതിനെന്താ? നിന്റെ ഭർത്താവ് എന്താ നിന്റെ കൂടെ കിടക്കാത്തത്? അവർ ബ്രദേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്ന കണ്ടില്ലേ? അതെന്താന്നാ ഞാൻ ചോദിച്ചത്. അറിഞ്ഞിട്ടിപ്പം നിങ്ങൾക്ക് എന്തോ എടുക്കാനാ? സാധാരണ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലല്ലേ? എന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഫ്ലൈറ്റ് പിടിച്ച് അങ്ങോട്ട് പോവാറുണ്ടോ? അതുപോലല്ലല്ലോ ഇത്. അവർ തറവാട്ടമ്പലത്തിൽ വന്നേയല്ലയോ, അതുകൊണ്ട് അവരവിടെ കിടക്കുന്നു, ഞാൻ ഇവിടെ കിടക്കുന്നു. അല്ല, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർത്തു തരുമോ? ഓ, ഇപ്പം എനിക്ക് അതിനല്ലേ നേരം. അറിയാലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാതെ പോയി കിടക്കാൻ നോക്ക്. ചാന്ദിനി വരുന്നു. തോടാ ഹെഡി. എന്തോന്ന്? അല്ല, മുന്നിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ. അല്ല, ഇവള് നിന്റെ കൂടെയാണോ കിടക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? ഇത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഇതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ? അപ്പം അതുമായി ബന്ധപ്പെട്ട് 1000 ചോദ്യങ്ങൾ ആദ്യമേ ചോദിക്കുമെന്ന് എനിക്കറിയാമല്ലോ. ഓ, വല്ലാത്ത നാവ് തന്നെയാ. ആ വീട്ടിലേക്ക് പറ്റിയ മുതൽ തന്നെയാ. വെള്ളം ചൂടാക്കാൻ വന്നപ്പോഴേ എന്തൊരു പാവമായിരുന്നു. എപ്പോഴും പാവമായിട്ടിരുന്നാലേ നിങ്ങളെപ്പോലെയുള്ളവർ തലേ കയറിയിരുന്ന് നിരങ്ങും. ഓ അഹങ്കാരി. എന്നോടാ പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെയാണ്. ഡാ നീ ഒരുങ്ങിയില്ലേ? ഞാൻ ഒരുങ്ങി. എന്നെ കണ്ട ഒരുങ്ങിയ പോലെ തോന്നില്ലേ? എന്താ ഷർട്ട് മാറ്റണോ? ഇല്ല, നല്ലതാണ്. എടാ, സുധീഷും ഹരീഷും ഒന്നും ഒരുങ്ങിയില്ലേ? അവരെന്നെക്കാട്ടിലും മുന്നേ ഒരുങ്ങിയതാണല്ലോ. എന്നാൽ അവരോട് പെട്ടെന്ന് വരാൻ പറ. എന്താ മോനെ പതിവില്ലാതെ മുണ്ടൊക്കെ ഉടുത്ത്? മുണ്ടുടുക്കണമെന്ന് തോന്നി, അതിന് കാരണമാണ് ഞാൻ ചോദിച്ചത്. എടാ, നിധി സാരിയല്ലേ ഉടുക്കുന്നത്, അപ്പോൾ ഒരു മാച്ചിങ് ഒക്കെ വേണ്ടായോ? ഏട്ടത്തി സാരിയെ ഉടുക്കുന്നതെന്ന് സുധീഷേട്ടൻ എങ്ങനെ അറിയാം? എടാ പൊന്നു നികേഷേ, ഞാൻ അവളുടെ ഭർത്താവല്ലയോ? എനിക്ക് നിധിയെ അറിഞ്ഞൂടെ? അവൾ സാരി ഉടുത്തേ വരൂ, നീ നോക്കിക്കോ. നിധി അപ്പോഴത്തേന് സാരി ഉടുത്ത് ഇറങ്ങി വരുന്നു. എടാ നോക്കടാ ഏട്ടത്തി, സാരി സൂപ്പറായിട്ടുണ്ട്. താങ്ക്സ് നികേഷേ. ആഹാ, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഒരുപാട് പുഷ്പിക്കല്ലേ, ഇഷ്ടമാവത്തില്ല. പോടാ. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? 1 മിനിറ്റ്, സമയമായി. നിധി ഇത് ചൂടിക്കോ. ഇതെപ്പോൾ വാങ്ങി? രാവിലെ പോയി വാങ്ങിയതാ. നമ്മളൊക്കെ എണീക്കുന്നതിന് മുമ്പ് മേടിച്ചാ. നിധി സാരിയെ ഉടുക്കുന്നതെന്ന് എനിക്ക് തോന്നി, അതാ മേടിച്ചേ. ദാ ഇത് ചൂടിക്കോ. നികേഷ് ഫോൺ എടുത്ത് സുധീഷേട്ടനെ വിളിക്കുന്നു. സുധീഷേട്ടാ ചേർന്ന് നിൽക്ക്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.